ഹായ്. ഞാൻ ഇന്ന് വന്നതേ ഞാൻ കുറച്ച് പഴയ കാര്യങ്ങൾ പറയാനും അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ, അതായത് എൻ്റെ വീട്ടിലുള്ള കുറച്ച് പഴയ സാധനങ്ങൾ നിങ്ങളെ കാണിച്ചു തരാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ട് നിങ്ങൾക്കതൊന്ന് കാണിച്ചു തരാം. നിങ്ങളുടെ വീട്ടിലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോ, പണ്ടത്തെ സാധനങ്ങളൊക്കെ ഉണ്ടോ എന്നറിയാലോ. കാരണം ഇപ്പോൾ കൂടുതലും മിക്ക ആൾക്കാരും ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളും മേശകൾ അങ്ങനെയൊക്കെയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പഴയ സാധനങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ എൻ്റെ മുത്തശ്ശൻ, അതായത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അപ്പോൾ ഇവിടെ മുത്തശ്ശൻ എല്ലാവരും പറഞ്ഞു കേട്ട് ഞാനും അങ്ങനെയാണല്ലോ പറയണത്. അപ്പോൾ ശരിക്കും അച്ഛൻ്റെ അച്ഛനെ അച്ചാച്ചൻ അച്ചാമ്മ എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ മുത്തശ്ശൻ എന്ന് പറയുന്നത് കൊണ്ട് ഞാനും അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ മുത്തശ്ശൻ്റെ കാലത്ത് മുത്തശ്ശൻ പണിയിപ്പിച്ച കുറച്ച് സാധനങ്ങൾ അതൊക്കെയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോണേ. അപ്പോൾ എൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എൻ്റെ അച്ഛൻ്റെ കല്യാണത്തിനൊക്കെ മുമ്പേ അവർ മരിച്ചു പോയായിരുന്നു. അപ്പോൾ അത് തന്നെ കൊണ്ട് തന്നെ എനിക്ക് അവരെ കണ്ട് ഓർമ്മയൊന്നുമില്ല കേട്ടോ. പിന്നെ എൻ്റെ വീട് കുറച്ച് മോശമൊക്കെ ആയതുകൊണ്ട് തന്നെ ആയിരുന്നു. അപ്പോൾ അത് തന്നെ കൊണ്ട് തന്നെ ഫോട്ടോസും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ചെതലൊടിച്ചും പിന്നെ മഴയത്ത് ഒക്കെ ആയിട്ടും അങ്ങനെയൊക്കെ പോയി. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് അവരുടെ ഫോട്ടോയോ അവരെ കണ്ടതായിട്ടോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ആകെ ഓർമ്മയുള്ളത് എൻ്റെ അമ്മയുടെ അമ്മേനെ മാത്രമാണ് കേട്ടോ. കാരണം എൻ്റെ അമ്മയുടെ അമ്മേനെ എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അമ്മയുടെ അമ്മ, അതായത് മറ്റമ്മ എന്നാണ് കേട്ടോ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. മറ്റമ്മ എനിക്ക് ഏകദേശം ഒരു 8-9 വയസ്സൊക്കെ ഉള്ള പ്രായത്തിലാണ് മരിച്ചതെന്ന് എനിക്ക് തോന്നണം. കൃത്യമായിട്ട് ഞാൻ ഓർക്കില്ല. പക്ഷെ എന്നാലും എനിക്ക് ആളുടെ മുഖം ഇപ്പോഴും നല്ല ക്ലിയറായിട്ട് എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആൾ. എന്നെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും നടക്കാൻ പോകും. അതുപോലെ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ മറ്റമ്മേനെ. അത് തന്നെ കൊണ്ട് തന്നെ മറ്റമ്മയുടെ മുഖം എനിക്ക് ഇപ്പോഴും നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. മറ്റമ്മേനെ കണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. അച്ഛൻ്റെ ആരെയും കണ്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ എൻ്റെ അച്ചാച്ചൻ പണിയിപ്പിച്ച കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ, അതുപോലെ ഇങ്ങനത്തെ മാത്രമല്ല വേറെയും പഴയ കുറേ സാധനങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ അതാ ഈ സാധനം കണ്ടോ, ഇത് കുറേ വർഷങ്ങൾ പഴക്കമുള്ള പെട്ടിയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ്റെ കാലത്തൊക്കെ ഈ പെട്ടിയിൽ അരി ആയിരുന്നു കേട്ടോ സൂക്ഷിച്ചിട്ടുകൊണ്ടിരുന്നത്. ഈ പെട്ടി നിറയെ അരി ആയിരിക്കും എന്നാണ് കേട്ടോ പറയാറ്. പിന്നെയുള്ളൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു പെട്ടിയാണ് കേട്ടോ. ഇത് അച്ഛനാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അച്ഛൻ്റെ മുണ്ട് സാധനങ്ങൾ പഴയ ഡ്രസ്സൊക്കെയാണ് കേട്ടോ ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ അതാ ഈ ഒരു പെട്ടി ഇത് മുകളിൽ വെച്ചാൽ കണ്ടോ. ഞാൻ ഇത് എടുക്കണമെന്നില്ല. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. ഇത് തുറന്നിട്ട് ഇതിങ്ങനെ തുറക്കാം. ഇതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഡ്രസ്സൊക്കെ. അപ്പോൾ ഇതാണ് അടുത്തത് കേട്ടോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ സാധനം, ഇത് എനിക്ക് തോന്നുന്നു അപ്പച്ചി ഉപയോഗിച്ചുകൊണ്ടിരുന്നാന്ന് തോന്നുന്നു. അപ്പച്ചി പണ്ട് ഡ്രസ്സൊക്കെ വയ്ക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പോൾ ഇതിനകത്ത് തേങ്ങ ഉണ്ടോ വച്ചേക്കണേ. അപ്പോൾ ഇതാണ് വേറൊരു പെട്ടി എന്ന് പറയുന്നത്. ഇതും പണ്ടത്തെ കേട്ടോ. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ള പെട്ടിയാണിത്. അപ്പോൾ ഇതൊക്കെ അച്ഛനിത് സൂക്ഷിച്ച് വെച്ചേക്കാൻ കേട്ടോ. പിന്നെ അടുത്ത പെട്ടി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് അപ്പച്ചിയുടെ ഡ്രസ്സൊക്കെ വെച്ചേക്കണ പെട്ടിയാണ് കേട്ടോ. ഇത് അപ്പച്ചി ഇതിനകത്താണ് അപ്പച്ചിയുടെ സെറ്റുമുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ പെട്ടിയിലാണ് കേട്ടോ വച്ചേക്കണേ. അപ്പോൾ ഇതിൻ്റെ താക്കോൽ ഒടിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇവിടെ താക്കോൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒടിഞ്ഞു പോയി. അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല കേട്ടോ. കുറേ ശ്രമിച്ചു, എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു, പക്ഷേ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പൂട്ടാൻ പറ്റില്ല കേട്ടോ, ഇത് ഒടിഞ്ഞിരിക്കുന്നതന്നെ. അപ്പോൾ ഈ പെട്ടി കാണുമ്പോൾ അവർക്ക് പെട്ടി നിറച്ച് ഡ്രസ്സും സാധനങ്ങളൊക്കെ ആണെന്ന്, പക്ഷേ ഇല്ല കേട്ടോ. 2-3 സെറ്റുമുണ്ടും പിന്നെ കുറേ എന്തോ പേപ്പറും സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കണേ ഒരു പെട്ടി. അപ്പോൾ ഇതാണ് വേറൊരു പെട്ടി. അപ്പോൾ ഇങ്ങനത്തെ പെട്ടിയൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ പറയട്ടോ. ഇപ്പോൾ ഇതൊന്നും ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവില്ല ഈ പെട്ടിയൊക്കെ മിക്കവരുടെയും വീട്ടിൽ. കാരണം ഇപ്പോൾ എല്ലാവരും അലമാരി അങ്ങനെയൊക്കെയാണല്ലോ ഉപയോഗിക്കണേ. പക്ഷേ ഇവിടെ അലമാരിയൊന്നുമില്ല. ഇപ്പോൾ ഈ പെട്ടിയൊക്കെ ഇവിടെ മുത്തശ്ശൻ ചെയ്യിപ്പിച്ച പെട്ടിയൊക്കെ ആയതുകൊണ്ട് ഇതൊക്കെ സൂക്ഷിച്ചെടുത്ത് വെച്ചേക്കാണ് കേട്ടോ. കാരണം അവരുടെയൊക്കെ ഓർമ്മയ്ക്കായിട്ട് അപ്പച്ചി ഭദ്രമായിട്ട് ഇങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെച്ചേക്കുന്ന സാധനമാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ അടുത്തതായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചെരുവാണ് കേട്ടോ. വലിയൊരു ചെരുവ. ഈ ചെരുവ ഉപയോഗിക്കാറില്ല കേട്ടോ. ഇത് മുകളിൽ ഈ മുകളിൽ ഇവിടെ ഇരുന്ന സാധനം ഉണ്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പല്ലിയൊക്കെ മുട്ടയൊക്കെ ഇട്ട് വെച്ച് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ചെരുവൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ പറയണേ. പിന്നെ അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഒരു വെറൈറ്റി സാധനം കേട്ടോ. ഇത് ഈ ചെരുവയും വർഷങ്ങൾ പഴക്കമുള്ളതാണ് കേട്ടോ. ഇപ്പോൾ കൂടുതലും മിക്കവരുടെ വീട്ടിൽ മറ്റേ ഭിത്തിയിലൊക്കെ ഘടിപ്പിക്കുന്ന ചിരവയാണല്ലോ. ഈ ചിരവയിലായിരുന്നു കേട്ടോ. ഞാനൊക്കെ ചെറുപ്പത്തിലൊക്കെ തേങ്ങ എണ്ണിക്കൊണ്ടിരുന്നത് ഈ ചിരവയിലാണ് കേട്ടോ. അപ്പച്ചി ഇപ്പോഴും ഇത് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതും ഇരുന്നും കൊണ്ടാണ് ഇത് ഇവിടെ നിന്ന് ചെല്ലണം. അപ്പോൾ ഇത് മുത്തശ്ശൻ ഉണ്ടാക്കിച്ചതാണ് കേട്ടോ. മുത്തശ്ശൻ പറഞ്ഞുണ്ടാക്കിച്ച ഒരു ചിരവയാണ്. അപ്പോൾ ഇങ്ങനത്തെ ചിരവ നിങ്ങൾ കണ്ടിട്ട് ഈ കമൻറ്റ് ചെയ്യണേ. പിന്നെ അതുപോലെ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഈ ചിരവ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തത് ഈ പാത്രം കേട്ടോ. ഈ പാത്രം വർഷങ്ങൾ പഴക്കമുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ പാത്രം അപ്പച്ചി കടയിൽ ചോദിച്ചപ്പോൾ ഇങ്ങനത്തെ പാത്രമൊന്നും ഇല്ല, ഈ മോഡലിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഈ പാത്രം ഇപ്പോഴും ഇവിടെ ഉപയോഗിക്കേണ്ട കേട്ടോ. അങ്ങനെ പുതിയ പാത്രങ്ങളും സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങളിൽ മറ്റൊന്നാണ് കേട്ടോ ഇത്.
പിന്നെ ഈ ഗ്ലാസ്സിൽ ഇത് വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ഒന്നല്ല കേട്ടോ, ഇത് നമ്മുടെ റാന്തലില്ലേ, റാന്തലിൽ ഇങ്ങനെ വയ്ക്കുന്ന ഗ്ലാസ്സാണ് കേട്ടോ. റാന്തലൊക്കെ പോയി, അപ്പോൾ ഗ്ലാസ് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഇത് വാങ്ങിക്കുമ്പോൾ ഗ്ലാസ് അതിനകത്ത് ഇടാം എന്നോർത്ത് എടുത്ത് വെച്ചിട്ടുണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ചെറുപ്പകാലത്ത് ഒക്കെ ഇതിനകത്ത് ഇങ്ങനെ തിരിയിട്ട് കത്തിക്കുമായിരുന്നു കേട്ടോ, കറണ്ട് പോകുന്ന സമയത്തൊക്കെ. പിന്നെ ഇങ്ങനെ തൂക്കിയിടുമായിരുന്നു. അപ്പോൾ ഇതും അപ്പച്ചി ഇതൊക്കെ ഭദ്രമായിട്ട് പേപ്പറിൽ പൊതിഞ്ഞൊക്കെ എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. ഇതെന്താണെന്ന് മനസ്സിലായോടി? ഇതാണ് റാന്തൽ. പണ്ട് കാലത്ത് കത്തിച്ചുകൊണ്ടിരുന്നതാണ് ഇതിനകത്ത്. ഇതിൽ വേറൊരു സംഭവമുണ്ട്, അതിട്ടിട്ട് അതിനകത്ത് തിരിയിടും, എന്നിട്ട് മണ്ണെണ്ണ ഒഴിച്ചിട്ടോ കത്തിക്കും. എന്നിട്ട് ആ തിരി ഇങ്ങനെ നീട്ടും, എന്നിട്ട് ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ വെട്ടം നല്ല ക്ലിയറായിട്ട് ഇങ്ങനെ വെട്ടം വരും. അപ്പോൾ ഇതും ഉപയോഗിക്കുന്നവരൊക്കെ ഇപ്പോൾ വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ കാണിച്ച സംഭവങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ചാറ്റ കൊടുക്ക്. വെട്ടിപ്പുറത്തിരിക്കുന്ന മിന്നൂസ്.